ശ്രീ ഷാഫി ചാലിം, ഇവിടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വലിയ പ്രസക്തിയില്ലെങ്കിലും എനിക്കൊരാഗ്രഹം നിങ്ങളുടെ ക്യാമ്പിൽ നിന്നും AK അഷ്റഫിന്റെ മന്ത്രിസ്ഥാനമായിരുന്നു. അതിന് കാരണം ആ ശിരൂർ രക്ഷാദൗത്യ കാലത്ത് മഴയത്തും വെയിലത്തും ദിവസങ്ങളോളം ഞാനടക്കം മാധ്യമങ്ങൾക്കൊപ്പം AKM നടത്തിയ ഒരു കഠിനാധ്വാനത്തിന്റെ ഓർമ്മ കൊണ്ടുകൂടിയാണ്. പോട്ടെ, നിങ്ങളുടെ കാര്യം. ഷാഫി ചാലിം, ലീഗിനെതിരെ കടുത്താക്രമണം തുടക്കമിടുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിലൂടെ അത് BJPക്ക് വേണ്ടിയാണ് തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ? അടുത്ത 5 വർഷം സംഘ സ്ട്രാറ്റജി അതുതന്നെയാകും എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളായിരിക്കും ലക്ഷ്യം, ഷാഫി ചാലിം? അല്ല, അദ്ദേഹത്തിന് ഇവിടുത്തെ പൊതുസമൂഹം ബാലറ്റിലൂടെ തന്നെ മറുപടി കൊടുത്തതാണ് ഈ കണ്ട ഞങ്ങളെപ്പോലും ഞെട്ടിപ്പിച്ചിട്ടുള്ള ഈ 102ൻ്റെ വലിയ ഹിമാലയൻ വിക്ടർ. മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് അദ്ദേഹം ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം BJPയുടെ കേന്ദ്ര സർക്കാർ കൊടുത്ത Y കാറ്റഗറി സുരക്ഷയിലാണ് അദ്ദേഹം നടക്കുന്നത്. അങ്ങനെ BJP കൊടുത്ത ഒരു സുരക്ഷയിൽ നടക്കുന്ന ഒരു മനുഷ്യനെ അതിനെയാണ് എന്താക്കിയത്, ഇവിടെ എന്താണ് നവോത്ഥാന മതിലിൻ്റെ ചെയർമാനാക്കി വെക്കാൻ ഈ പിണറായി വിജയനും CPMനും യാതൊരു ഉളുപ്പുമില്ല. മനസ്സിലാക്കണം. ഒരു കയ്യിൽ കേന്ദ്ര ഗവൺമെൻറ്, മറുകൈയിൽ സംസ്ഥാന ഗവൺമെൻറ്, ഇങ്ങനെ നടക്കുകയാണ് ആ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം എന്തെല്ലാം പറഞ്ഞു കൂട്ടി. അദ്ദേഹം പിണറായി വിജയന് തുടർ ഭരണം, അതാണ് എൻ്റെ ആഗ്രഹമെന്നും അതാണ് ഇവിടെ സംഭവിക്കുമെന്നും പറഞ്ഞു. ആ പറഞ്ഞ അദ്ദേഹത്തിന് UDFിൽ ആര് എന്ത് വകുപ്പെടുക്കുന്നു, ആർക്കൊക്കെ കൊടുക്കുന്നു, ഇത് പറയും എന്ത് അവകാശമുള്ളത്? ഒരു അവകാശം അവർക്കില്ലല്ലോ. ഈ 102 സീറ്റുമായി UDF വന്നതിൽ ഇയാളുടെ കോൺട്രിബ്യൂഷൻ എന്താ? ഒരു കോൺട്രിബ്യൂഷൻ ഇല്ല. ഞങ്ങളുടെ ഈ വിജയത്തിൽ ഒരു പങ്കു വഹിക്കാത്ത ആളുകൾ പറയാണ് ഈ വകുപ്പ് അവർക്ക് കൊടുക്കരുത്, ആ വകുപ്പ് ഇപ്പോൾ, അതൊക്കെ ഇവർക്ക് എന്ത് അധികാരമുള്ളത്? ഞങ്ങൾ തോന്നിയ പോലെ ഊരി വെക്കും, അത് UDFിനകത്ത് ആലോചിക്കും. മനസ്സിലായോ? ഇവരൊരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടേ നിൽക്കട്ടെ. നമ്മുടെ വിദ്യാഭ്യാസമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അല്ല, ചോദ്യത്തിന് കാതൽ അതായിരുന്നില്ല. എൻ്റെ ചോദ്യത്തിന് കാതൽ വെള്ളാപ്പള്ളി ആയിരുന്നില്ല ഷാഫി ചാലിം. കാര്യം വെള്ളാപ്പള്ളി നടേശൻ അവിടെ പിണറായിക്കൊപ്പം നിൽക്കുകയാണ് എന്ന വ്യാജോക്തിയിൽ വോട്ടുണ്ടാക്കി കൊടുക്കാൻ നോക്കിയത് NDA ക്യാമ്പിന് തന്നെയാണെന്ന് മനസ്സിലാക്കാതെ LDFന് മാത്രമാണ് ഷാഫി ചാലിം. എൻ്റെ ചോദ്യത്തിൻ്റെ കാതൽ വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സഭയിൽ 3 അംഗങ്ങളുള്ള BJPയുടെ സ്ട്രാറ്റജി ലീഗ് ഓറിയൻറ്റഡ് സ്ട്രാറ്റജി ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത് ഷാഫി ചാലിം. അല്ല, അതായത് അദ്ദേഹത്തിൻ്റെ മകനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പരസ്യമായി BJPക്ക് വേണ്ടി ഇറങ്ങി. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമുക്കറിക്കഴിഞ്ഞല്ല, അതിൻ്റെ മുന്നത്തെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ BJPയുടെ ഒരു സ്റ്റാർ ക്യാമ്പയിനറായി അവർ വെള്ളാപ്പള്ളിയെ തിരഞ്ഞെടുക്കുകയും ഹെലികോപ്റ്റർ കൊടുക്കുകയും ഇവിടെ ഹെലികോപ്റ്ററിൽ പോയി വയനാടും അവിടെയോടൊക്കെ പോയി ഇയാൾ ഇറക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പം കഴിഞ്ഞ ലോക്സഭ തിരഞ്ഞെടുപ്പിൽ അത് കണ്ടില്ല എന്നുള്ളൂ. അതുപോലെ തന്നെ ഉടനീളം അദ്ദേഹം കേരളം മൊത്തം സഞ്ചരിച്ചുകൊണ്ട് പിണറായിയെ പുകഴ്ത്തുകയും ഭരണകൂടത്തെ പുകഴ്ത്തുകയും VD സതീശനടക്കമുള്ള കോൺഗ്രസിലെ നേതാക്കളെ പുച്ഛിച്ചും പരിഹസിച്ചും ഒക്കെയാണ് അദ്ദേഹം നടന്നത്. മനസ്സിലായോ? അദ്ദേഹം പറയട്ടെന്ന്. അദ്ദേഹം ഒരു ഭാഗത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ. അദ്ദേഹം വലിയ വാശിയിൽ പറഞ്ഞല്ലോ, 100 സീറ്റ് കിട്ടിയാൽ അയാൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, രാജിവെക്കുന്നു, അങ്ങനെ എന്തോന്ന് പറഞ്ഞു. ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? മെയിൻ പ്രശ്നം എന്താ അറിയോ? അയാൾ പാരാ കേരളത്തിൽ. നിങ്ങൾ ഈ ക്യാമറയും വടിയും കുന്തൊക്കെ എടുത്തിട്ട് അയാളെ പേരേക്ക് പോകാൻ നിങ്ങൾക്ക് നാണല്ലേ? നേരത്തെ SNDPൻ്റെ സെക്രട്ടറിയാന്ന് കൂട്ടാ, കോടതി ഇടപെട്ട് അതും ഒഴിവാക്കി. പിന്നെ ഈ മനുഷ്യൻ്റെ ഈ അണ്ടിപ്പരിപ്പും ചായയും കുടിക്കാൻ എന്തിനാണ് പോകുന്നത്? അയാൾ ഛർദ്ദിക്കാൻ പോകുന്ന വിഷമാണ് നിങ്ങൾക്ക് നേരത്തെ അറിയല്ലോ. അറിഞ്ഞിട്ടും അത് നാട്ടുകാരെ കേൾപ്പിക്കാനുള്ള നിങ്ങളൊരു ത്വരണ്ടല്ലോ. കേരളത്തിലെ മാധ്യമ സമൂഹമൊക്കെ മാറിയാണ്. ഇത്തരത്തിലുള്ള വിഷം ഛർദ്ദിക്കുന്നവൻ്റെ ഒരു വാർത്ത കൊടുക്കാറില്ലായിരുന്നു പണ്ട് കാലത്ത്. ഇന്ന് ഏറ്റവും തീവ്രമായി ഈ മതവിദ്വേഷം വിളിച്ചു പറയുന്നവർ ആരാണോ അവനെയാണ് നിങ്ങൾക്ക് സുബൈക്ക് വിളിക്കണേ. വിളിച്ചിട്ട് എന്താ പറയണേ? ഇന്ന് ഞങ്ങളെ ചാനലിൽ വരും, രാവിലെ തന്നെ വിളിക്കണേ എന്തിനാണ്? നിങ്ങളെ മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോക്കാനാണ്. ചർച്ചകളൊന്നും വിളിക്കാറില്ല. SNDP എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കസേരയിലിരിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അത് ശ്രീനാരായണ ഗുരു ഇരുന്ന കസേരയാണ് എന്ന ബോധം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപ്പൊ അയാൾ പറയുന്നത് മാധ്യമങ്ങൾ കേൾക്കില്ലേ? അത് വലിയ പിഴവാണോ? എന്ത് അയാളെ സമുദായത്തെ ഒരു മിനിറ്റ്, അയാൾ ഇതര സമുദായത്തെക്കുറിച്ച് ചീത്ത പറയാൻ വരുമ്പോൾ അന്നേരം നിങ്ങളവിടെ ആക്ട് ചെയ്യണം. അവിടെ നിങ്ങൾ ഈ കണ്ട ഇതര സമുദായങ്ങൾക്കെതിരെ തോന്നിയാസം വിളിച്ചു പറയണമൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങളെ മാധ്യമ സമൂഹം പറയണം. അത് പറഞ്ഞാൽ അത് അവിടെ നിൽക്കും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ അത് കൊടുക്കാൻ ആളുണ്ടാവില്ല എന്നുള്ള തോന്നൽ വന്നാൽ അത് നിർത്തുള്ളൂ.
അത് മാധ്യമ സമൂഹം ആലോചിക്കേണ്ടതാണെങ്കിൽ ആലോചിക്കാം. മതപേര്യം ഇവിടെ നിങ്ങൾ ഈ ചാനലിൽ ഇരുന്ന് വലിയ മതേതരത്തെ പ്രസംഗിക്കും. അല്ലല്ല, ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ പിന്നെ എന്താണ് വലിയ മതേതരത്തെ ഇവിടെ വെച്ചും പ്രസംഗിച്ചു പോകും. ഈ നാട്ടിലെ എല്ലാ വിഷവർത്താനും ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യിപ്പിക്കുന്നത് നിങ്ങളാ. അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് എവിടെ എത്തുക? അതാണ് സതീശൻ പറഞ്ഞത്. പിണറായിയും വെള്ളാപ്പള്ളിയും ഞാനും ഒക്കെ മരിച്ചു പോകും. നമ്മളെ കുഞ്ഞുങ്ങളുടെ നാട്ടിൽ നമ്മളൊക്കെ ജീവിച്ച മാതിരി നമ്മളെ കുഞ്ഞുങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാനുള്ള അവസരം ഒരുക്കണം. ആ സതീശൻ്റെ ആ ഒരു ഒറ്റ വാക്കാണ് കേരളത്തിൽ വലിയ തരംഗമായത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങളും എന്താണ് രാഷ്ട്രീയക്കാരെ മാത്രം കുറ്റി പറഞ്ഞ പോരാ, സ്റ്റാൻഡ് എടുക്കണം ഇത്തരം കാര്യത്തിൽ. ഇത്തരം വിഷം പറയുന്നവരെ പ്രോത്സാഹിപ്പിക്കണോ വേണ്ടെന്നുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.